നിനോലിന. വെറും 5-6 വയസ്സുവരെ മാത്രം ജീവിച്ചിരുന്ന ഈ കൊച്ചു പെൺകുട്ടി ഈ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ 173ഓളം കത്തുകളാണ്, പ്രണയലേഖനങ്ങളാണ് ഈശോയ്ക്ക് എഴുതിയത്. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയെയും ഒത്തിരി സ്നേഹിച്ചിരുന്ന ഈ പെൺകുട്ടി 5-ാമത്തെയോ 6-ാമത്തെയോ വയസ്സിൽ തൻ്റെ കാലിന് ബാധിച്ച മാരകമായ രോഗത്തെ തുടർന്ന് കാല് മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോൾ ഈശോയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈശോയെ, ഇത്രയും നാൾ നീ ഒറ്റയ്ക്കല്ലേ സഹിച്ചത്, ഇനി നിന്റെ കൂടെ സഹിക്കാൻ ഞാനും ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ വേദനകളും സഹനങ്ങളും എടുത്തു മാറ്റണേ ഈശോയെ എന്ന് പറയുന്ന സമയത്ത്, ഈശോയെ, നിന്റെ കൂടെ ഇനി മുതൽ ഞാനും സഹിക്കാം, നീ ഒറ്റയ്ക്കല്ല കേട്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇല്ലെങ്കിൽ നമുക്കിനി അതൊന്ന് പറയാൻ ശ്രമിക്കാം. നമ്മുടെ എല്ലാ വേദനകളും സഹനങ്ങളും ശാരീരികമായി കൊള്ളട്ടെ മാനസികമായി കൊള്ളട്ടെ എല്ലാം ഈശോയോടൊപ്പം സഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃപയ്ക്കായി ധന്യരുടെ കൂട്ടത്തിൽ സഭ വാഴ്ത്തുന്ന കുഞ്ഞ് നിനോലിനയോടൊപ്പം നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം. ആവേ മരിയ.